ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. നമ്മൾ ടി വി, ന്യൂസ് പേപ്പർ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. എന്നാൽ ഈ ടി വിക്കും ന്യൂസ് പേപ്പറിനൊക്കെ ലിമിറ്റേഷനുകളുണ്ട്, പോരായ്മകളുണ്ട്. ടി വിക്ക് ടി വിയുടേതായ പോരായ്മകൾ, ന്യൂസ് പേപ്പറിൻ്റേതായ പോരായ്മകൾ. എന്നാൽ ഇവയുടെ പോരായ്മകളൊക്കെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതോടെ, കടന്നു വന്നതോടെ അതൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കൂടാതെ കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റർനെറ്റ് സൗകര്യം കൂടി വന്നതോടെ നമുക്ക് ലോകം വളരെ സുതാര്യമാക്കാൻ സാധിച്ചു. എല്ലാ പ്രവർത്തികളും വളരെ സുതാര്യമായി നമുക്ക്. ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസുകൾ തന്നിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കമ്പ്യൂട്ടർ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് ഇറിഗേഷൻ സൂൺ ഇൻ ഇന്ത്യ. കമ്പ്യൂട്ടർ ടു റെക്കോർഡ് ക്രൈംസ്. കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ഇന്ത്യൻ സെൻസസ്. Bank work to be computerized. Computerized booking system in railways. Wildlife on computer. Electronic voting machine for election. National network of police computer proposal. Computer to a better milk supply. Computer training for villages. Computer assisted language learning. Computerized irrigation zone in India. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് മുതൽ മിൽക്ക് സപ്ലൈ വരെ കമ്പ്യൂട്ടർ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകും. ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. ദ കമ്പ്യൂട്ടർ ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ദ മീഡിയ ഓൺലി ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. കമ്പ്യൂട്ടർ മാധ്യമങ്ങളുടെ ഭാഗമായി മാറിയത് ഈ അടുത്ത കാലത്താണ്. ഇൻ ദ 1960s and 70s, computers were mostly used by big companies and businessmen. 1960കളിലും 70കളിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത് കൂടുതലും വലിയ കമ്പനികളും ബിസിനസ്സുകാരുമായിരുന്നു. വെരി ഫ്യൂ പീപ്പിൾ കുഡ് ബൈ എ കമ്പ്യൂട്ടർ ടു ബി യൂസ്ഡ് അറ്റ് ഹോം. വളരെ കുറച്ചു പേര് മാത്രമാണ് കമ്പ്യൂട്ടർ വാങ്ങി വീടുകളിൽ ഉപയോഗിക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. In the 1980s and 90s, there was an incredible growth in computer sales. 1980കളിലും 90കളിലും കമ്പ്യൂട്ടർ വിൽപ്പനയിൽ അവിശ്വസനീയമായ വിൽപ്പനയാണ് ഉണ്ടായിട്ടുള്ളത്. The popularity of the internet, the World Wide Web and the email have made computer inevitable in the modern world. www അതുപോലെ ഇമെയിൽ എന്നിവ കമ്പ്യൂട്ടറുകളെ ആധുനിക ലോകത്തിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകങ്ങളാക്കി തീർത്തു. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ് ഹെൽപ്സ് മില്യൺസ് ഓഫ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ക്വിക്ക്ലി ആൻഡ് ചീപ്ലി. വളരെ വേഗത്തിൽ കുറഞ്ഞ ചെലവിലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശയവിനിമയം നടത്താൻ ഇത് സഹായിക്കുന്നു. മോറോവർ ഇറ്റ് എനേബിൾ ക്വിക്ക് അക്സസ് ടു നോളജ്. കൂടാതെ വിജ്ഞാന ലോകത്തേക്കുള്ള പ്രവേശനവും എളുപ്പമാക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണല്ലേ. നമുക്ക് എവിടെയുള്ള ആളുകളായിട്ട് സംസാരിക്കാൻ ഇപ്പോൾ വളരെ സിമ്പിളാണ്. വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാൻ പറ്റും. ലോകത്തിൻ്റെ വിവിധങ്ങളായ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ എവിടെയുള്ള ആളുകളായിട്ടും വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ആശയവിനിമയം നടത്താൻ ഇൻ്റർനെറ്റ് വഴിയൊരുക്കി. അതുപോലെ തന്നെ വിജ്ഞാന ലോകത്തേക്കുള്ള പ്രവേശനവും. ഇപ്പോൾ ഗൂഗിളിൽ നമുക്ക് എന്ത് വിഷയത്തെക്കുറിച്ച് അറിയണമെങ്കിലും ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, ഉടനടി മറുപടി കിട്ടും. അപ്പോൾ അത്രയും വിജ്ഞാന ലോകത്തേക്കുള്ള പ്രവേശനവും എളുപ്പമായിരിക്കുകയാണ് ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചതോടുകൂടി. ഹൗ ഡിഡ് മാൻ കം ടു ഇൻവെൻറ്റ് ദ കമ്പ്യൂട്ടർ? എങ്ങനെയാണ് മനുഷ്യൻ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ ഇടയായത്? മാൻ ലേൺ ടു കൗണ്ട് ലോങ് എഗോ. കണക്ക് കൂട്ടാൻ മനുഷ്യനും വളരെ മുമ്പ് തന്നെ പഠിച്ചിരുന്നു. ബട്ട് ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ഹി ഇൻവെൻറ്റഡ് സീം ടു ഹാവ് ബീൻ ദ അബാക്കസ്. പക്ഷേ ആദ്യം അവർ കണ്ടുപിടിച്ച ആദ്യത്തെ ഗണനയന്ത്രം അബാക്കസ് ആണെന്ന് തോന്നുന്നു.
ഇറ്റ് ഈസ് എ വുഡൻ ഫ്രെയിം വിത്ത് ഹോറിസണ്ടൽ റോഡ്സ് വയർസ് ക്യാരിങ് ബേർഡ്സ്. നിങ്ങൾ ഈ ഫോട്ടോത്തിൽ കാണുന്ന രൂപത്തിലുള്ള അതിനാണ് അബാക്കസ് എന്ന് പറയുക. അത് നേരെ നിൽക്കുന്ന ഒരു ദണ്ട്, അതിന് കമ്പികളിൽ ഇങ്ങനെ മുത്തുകൾ കോർത്ത് തടി കൊണ്ടുള്ള ഒരു ചട്ടക്കൂട്, ഇതിനാണ് അബാക്കസ് എന്ന് പറയുക. ദ കൗണ്ടിങ് ഈസ് ഡൺ ബൈ മൂവിങ് ദ ബേർഡ്സ് വൺ ബൈ വൺ എലോങ് ദ റോഡ്സ് വയർ. ഇതെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? മുത്തുകൾ, ആ കമ്പികളിലൂടെ മുത്തുകൾ ചലിപ്പിച്ചാണ് എണ്ണം പഠിക്കുന്നത്. ദ ഫസ്റ്റ് മെക്കാനിക്കൽ ആഡിംഗ് മെഷീൻ വാസ് മെയ്ഡ് ബൈ പാസ്കൽ ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ പാസ്കൽ ആദ്യത്തെ ഗണന യന്ത്രം കണ്ടുപിടിക്കുകയും ആൻഡ് ഇംപ്രൂവ്ഡ് അപ്പോൺ ബൈ ലൈബനിസ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ ലൈബനിസ് അത് മെച്ചപ്പെടുത്തുകയും വളർത്തുകയും ചെയ്തു. But it was Charles Babbage of England who made the first calculating machine called the difference engine in 1822. 1822 ഇംഗ്ലണ്ടുകാരനായ ചാൾസ് ബാബേജാണ് ഡിഫറൻസ് എൻജിൻ എന്ന പേരിൽ ആദ്യത്തെ ഗണനയന്ത്രം കണ്ടുപിടിച്ചത്. Later he designed the ever more powerful analytical engine but could not get it made. പിന്നീട് കൂടുതൽ അത് ശക്തിയുള്ള വളരെ കാര്യക്ഷമമായ അനലിറ്റിക്കൽ എൻജിൻ അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. അങ്ങനെ രൂപകൽപ്പന ചെയ്തു എങ്കിലും അത് അദ്ദേഹത്തിന് ബട്ട് കുഡ് നോട്ട് ഗെറ്റ് ഇറ്റ് മെയ്ഡ്, പക്ഷെ അത് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. Its basic design is remarkably similar to the modern electronic computer. അതിൻ്റെ അടിസ്ഥാന രൂപകൽപ്പന ആധുനിക ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിനോട് ഒരു ശ്രദ്ധേയമായ വളരെ അടുത്ത ഒരു സാദൃശ്യം ഉള്ളതായിരുന്നു. The processing of data with mechanical machines started with 1890 US. 1890 യു എസിൽ യന്ത്ര സഹായത്താൽ, അവിടെയാണ് 1890 യന്ത്രസഹായത്താൽ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ക്രമപ്പെടുത്താൻ ആരംഭിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് ഡൺ വിത്ത് പഞ്ച്ഡ് കാർഡ് ആൻഡ് ടാബുലേറ്റിംഗ് മെഷീൻസ് ഡിസൈൻ ആൻഡ് മെയ്ഡ് ബൈ ഹെർമൻ ഹോളറിറ്റ്സ് രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയ പഞ്ച്ഡ് കാർഡുകളും ഗണന യന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. Later this machine came to be used in business industry and the government for processing data. പിന്നീട് ഈ യന്ത്രങ്ങൾ കച്ചവടം, വ്യവസായം, ഭരണം എന്നീ മേഖലകളിലൊക്കെ അവിടെ വിവരങ്ങൾ ശേഖരിച്ച് ആ വിവരങ്ങളൊക്കെ ക്രമപ്പെടുത്താൻ ഉപയോഗിച്ചു തുടങ്ങി. The first electronic computer were made in the late 40s in USA. 40കളുടെ അവസാനത്തിൽ അമേരിക്കയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലുമാണ് ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ നിർമ്മിച്ചത്. ENIAC made in the USA is the best known among this first generation computer. അമേരിക്കയിൽ നിർമ്മിച്ചിട്ടുള്ള ENIAC ആണ് ഈ ആദ്യ തലമുറയിൽ ആദ്യഘട്ടത്തിൽപ്പെട്ട കമ്പ്യൂട്ടറുകളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട കമ്പ്യൂട്ടർ. The invention of the transistor in 1948 led to the making of the second generation machine in the 50s. 1948 ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് 50കളിൽ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളുടെ നിർമ്മാണത്തിന് അത് വഴിതെളിച്ചു. Then came the third generation in the 60s. അതിനുശേഷം 60കളിൽ with the machines using integrated circuit, സംയോജിത സർക്യൂട്ടുകൾ ഉപയോഗിച്ചുള്ള യന്ത്രങ്ങളോട് കൂടിയ ഒരു മൂന്നാം തലമുറ നിലവിൽ വന്നു.
The invention of the microprocessor in 1971 brought the fourth generation. 1971 മൈക്രോ പ്രൊസസ്സറിൻ്റെ കണ്ടുപിടുത്തം 4ാം തലമുറയെ നിലവിൽ കൊണ്ടുവന്നു. With each new generation, computers have become more powerful, more reliable, smaller in size and cheaper. ഘട്ടങ്ങളിങ്ങനെ മാറി കടന്നു വന്നതോടുകൂടി കമ്പ്യൂട്ടറുകൾ ശേഷിയും വിശ്വസ്തതയും കൂടുകയും അതുപോലെ വലുപ്പവും വിലയും കുറഞ്ഞവയും ആയി മാറിക്കൊണ്ടിരുന്നു. The fifth generation promised by the Japanese is yet to come. ജപ്പാൻകാർ വാഗ്ദാനം ചെയ്ത 5ാം തലമുറ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ENIAC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻറ്റിഗ്രേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റർ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം, അതിൻ്റെ തുടക്കം ഒക്കെയാണ് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.